നമ്മുടെ ഹട്ടിയിലെ വീട്ടിലത്തെ വിശേഷങ്ങളെ പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 2 അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കൂടുതൽ വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ ഒരു കട്ടിലാണിത്. അപ്പോൾ മാഷക്കയിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവളെ പപ്പ റെഡിയാക്കി കൊടുത്തതാട്ടോ. അപ്പോൾ അവൾ അതിൽ ഇരിക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ഈ കട്ടിൽ കണ്ടിരുന്നില്ല, ഇപ്പം കാണാനില്ല അല്ലേ? ഹലോ പറയൂ. പുറത്ത് നല്ല മഴയും തണുപ്പാണ്, അകത്ത് ഞങ്ങൾ സീരീസും കണ്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മാഷിൻ്റെ ഫേവറേറ്റ് സീരീസാണിത്. അങ്ങനെ ഉപ്പ വന്നു, ഉപ്പയ്ക്ക് ഞാനൊരു കട്ടനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ കിച്ചണിലൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെ കുറേ നേരം നോക്കി നിന്നു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ആളതാ പോയിട്ടോ. അപ്പോൾ ഇത് അവിടെ ഖുർആൻ കണ്ടപ്പോൾ മാഷക്കുട്ടി എടുത്ത് ഖുർആൻ ഓതുക കേട്ടോ. അവൾക്ക് അൽക്കാരിയെന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് മദ്രസിൽ കേട്ടോ. അപ്പോൾ ആ സൂറത്ത് അവൾ കറക്റ്റായിട്ട് ഓതുകയെന്ന് കേട്ടോ. يوم يكن الناس كالفراش المبثوث. തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന വാശിയിൽ ഇതാ. എങ്ങനെയുണ്ട് മകളെ? സെറ്റപ്പ് ഒക്കെ ഉണ്ട്, പക്ഷേ മുപ്പത്തി തണുത്ത വെള്ളത്തിൽ കുളിക്കണം എന്നും പറഞ്ഞ് ചൂടൊക്കെ മാറ്റി നല്ല കഴിച്ചു. ഉറങ്ങിയൊക്കെ എണീച്ചപ്പോൾ ഒരു ചായ എടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ കടി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നെയ്ബറായിട്ട് സംസാരിക്കാം. ഇപ്പൊ കുട്ടികളുണ്ടോ? ഇന്ന് ചെലപ്പോ നിക്കും. മോളും അനിയത്തി അവിടെ ഉണ്ട്. ഞങ്ങൾ ചായക്ക് കടി വാങ്ങാൻ പോവാണ് കഴിച്ചു. തന്നെയാണ് ചപ്പരിക്കട്ടോ തൂക്കിട്ട് പോണ വഴിയിൽ ഇതാ ഒരു അതിഥി കേട്ടോ. എല്ലാവരും വീട്ടിൽ നായ്ക്കളും ഉണ്ട് കേട്ടോ. ഇത് അവിടുത്തെ ഒരു അമ്പലമൊക്കെയാണ്. നമ്മൾ ടൗണിലേക്ക് ഏകദേശം എത്താനായിട്ടോ. ഇതാണ് നമ്മളെ ചപ്പ് പറിക്കുന്നവരുടെ യൂണിഫോം കേട്ടോ, അതായത് ചായ. അങ്ങാടിയിലേക്ക് പോവാണ്. ഇവിടെ ലോക്കൽ ഏരിയകളാണ് കേട്ടോ. ഞങ്ങൾ ചായപ്പീടികയിൽ ചായക്കടി വാങ്ങാൻ എത്തിയിരിക്കുന്നു. 3 പഴംപൊരി പരിപ്പടിയും മേടിച്ചിട്ട്. ഇതാണ് അവിടുത്തെ പരിപ്പാട്, ചെറിയ പരിപ്പാട്. ആ കപ്പിൾസ് നമ്മളങ്ങനെ നോക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനവരെ വെറുതെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ നേരത്തെ കണ്ട അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. അങ്ങനെ വീട്ടിലേക്ക് എത്തി നമ്മൾ ചായ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചുരം തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചിട്ടോ, അതായത് നാട്ടിലേക്ക് പോകണേ. അപ്പോൾ അവള് ഒരു ഫ്ലവർ പറിച്ചിട്ട് ഉപ്പാക്ക് കൊടുക്കാൻ കേട്ടോ. പോകാൻ അത്ര ആഗ്രഹമൊന്നുമില്ല, പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനാണ് ഇഷ്ടട്ടോ. അങ്ങനെ ഉപ്പാൻ്റെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. പോകുന്ന വഴിയിൽ കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് നമ്മളെ കുന്ന്, എല്ലാവരും കയറുന്ന ആ കുന്നുണ്ടല്ലോ. ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. മഴക്കാലം ആകുമ്പോഴാണ് ഇത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലീസുകാരനാട്ടോ ഇപ്പോൾ അവിടെ നിൽക്കണ്ടേ. വാങ്ങമ്മ അമ്മ വിളിച്ച അമ്മ വിളിക്കണ റെസ്പെക്ട് വിളിക്കണ. ഇങ്ങ വാങ്ങമ്മ, നീങ്ക ഇങ്ങ വാ. ദൂരെ കാണാനുണ്ട്, അത് വാട്ടർഫോൾസ് ആണ് കേട്ടോ. പിന്നെയും ഫോറസ്റ്റ് ഗാർഡ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയും താഴത്തേക്കാണ് പിന്നെയും വരാൻ പറ്റുക കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ട് കുറച്ചുകൂടി താഴെ വരെയാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നത്. അതായത് അതുവരെ വരാൻ പാടുള്ളൂ. ഇവിടെ നിന്നല്ല കുറച്ചുകൂടി താഴോട്ട് പോണേ. അവിടെ നിൽക്കുന്നുണ്ട് ടൂറിസ്റ്റ്, ഓല വീഡിയോ എടുക്കാൻ മതി. ഞങ്ങൾ അവിടെ പോയി പോകുന്നതാണ്. ഈ പച്ചപ്പും ഈ പരന്ന് കിടക്കുന്ന ആകാശം രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ, അപ്പാര കോമ്പിനേഷൻ ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇവിടെ വരെ വരെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ നാടുകാണി ടൗണിലെത്തി. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടേ നല്ല ചൂട് പുഴുങ്ങിയ കമ്പം കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോരാൻ. താങ്ക് യു. എന്നാ മാഷ സൈഡ് സൈഡ്ക്ക്
ഹിന്ദി ഹിന്ദി ടാറ്റ. നല്ല ചൂടുണ്ട്. കഴിഞ്ഞിട്ടാണ് കല്ലൊക്കെ വെച്ചില്ലേ, കല്ലൊന്നും ആദ്യമില്ല. നല്ല തണുപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. തണുപ്പ് കാരണം ഞാനും മാഷിയും പുറത്തേക്ക് തലയിട്ട് നിൽക്കാൻ കേട്ടോ. ഇരുട്ടാവും തോറും കോടകൾ ഇങ്ങനെ കൂടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയിലൊക്കെ കോട കാണുന്നുണ്ട്. ശരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നാമത് റോഡ് സൈഡ് ആയതുകൊണ്ട്. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കാണുന്നുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ ID ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ടിലും അപ്ഡേഷൻസ് വരുന്നതായിരിക്കും കേട്ടോ.